ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു മരണ സംഭവത്തെക്കുറിച്ചാണ്. മരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു പോയാൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് പലർക്കും മനസ്സിലാകാത്തതും അറിയാത്തതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസ് ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. മരിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് അതായത് മരിച്ചു പോയവരെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കാൻ പാടുണ്ടോ? ദുഃഖിച്ചാൽ അതെന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഞാൻ ഈ മരണത്തിന് ശേഷമുള്ള മരണാനന്തര ചടങ്ങുകളൊക്കെ കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് കേട്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ്, മരിച്ചു പോയാൽ അവരെ നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല, അവരെക്കുറിച്ച് എന്നും ദുഃഖിക്കാനേ നമുക്കൊരു മനസ്സ് വരുന്നുള്ളൂ, സന്തോഷിക്കാൻ പറ്റുന്നില്ല. അത് മരിച്ചവരെക്കുറിച്ച് മരിച്ചു പോയല്ലോ എന്നുള്ള സന്തോഷമല്ല, അവരെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് സാധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അവരെക്കുറിച്ച് എന്നും ദുഃഖിക്കുകയും കരയുകയും കണ്ണീരൊഴുക്കുകയും ചെയ്താൽ അവർക്ക് എന്തെങ്കിലും ആത്മാക്കൾക്ക് ദോഷമുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം. ഇതൊരു ചെറിയ ഒരു എപ്പിസോഡാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മരിച്ചു പോയാൽ ഒരു 16 ദിവസം വരെ നമുക്ക് അവരെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയോ കരയുകയോ ഒപ്പാരി വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. നമുക്കല്ല കുഴപ്പം, ആ ആത്മാവിന് കുഴപ്പമില്ല. പക്ഷെ 16 കഴിഞ്ഞാൽ, 16 ഞാൻ പറയാൻ കാര്യം, 16 എന്ന് പറഞ്ഞാൽ പുലകുളി അടിയന്തിരം. അത് കഴിഞ്ഞാൽ അത് പല ദേശാന്തരത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ചടങ്ങൊന്നാണ്. എന്താണ് ചടങ്ങ്? മരിച്ചുപോയ അതുവഴി വന്നിട്ടുള്ള നമുക്കുള്ള പുല വെച്ചാൽ തുടക്കാണ്. അത് അന്നുകൊണ്ട് തീർന്നിട്ട് വീണ്ടും നമ്മൾ സന്തോഷത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ പുലകുളി അടിയന്തരം. അത് 3 വാക്കാണ്. പുലയെന്ന് പറഞ്ഞാൽ ബാലായ്മ, അതായത് മരണം. ആ തുടക്കിനെ കുളിക്കുക എന്ന് വെച്ചാൽ അത് ശുദ്ധമാക്കുക. അടിയന്തരം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായി സന്തോഷമായിട്ട് ആഹാരം കഴിച്ച് പിരിയുന്ന ചടങ്ങിനാണ് അടിയന്തരം എന്ന് പറയുന്നത്. അപ്പം പുലകുളി അടിയന്തരം. ആ മരണത്തിനെ മരണം വഴി വന്നിട്ടുള്ള തുടക്കിനെ നമ്മൾ കുളിച്ച് ശുദ്ധമായി സന്തോഷമായി പിരിയുന്നു. പിന്നീട് ഒരിക്കലും നമ്മൾ അവരെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ആലോചിച്ച് ദുഃഖിച്ചാൽ അവർക്കൊരിക്കലും മോക്ഷപ്രാപ്തി കിട്ടില്ല എന്നുള്ളതാണ്. പറയുന്നത് ക്രൂരമാണെന്നറിയാം. കാര്യം നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചുപോയാൽ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും മറക്കാതെ പോകുന്ന ഒരുപാട് പേര് എനിക്കറിയാം. പക്ഷേ എന്നാൽ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മരിച്ചു പോയവരൊരിക്കലും തിരിച്ചു വരില്ല. ഈ പറയുന്ന എനിക്കും മരണം സംഭവിക്കാം, കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും സംഭവിക്കാം. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണാതെ വരും. അപ്പോഴന്വേഷിക്കുമ്പോഴാണ് മരിച്ചു പോയെന്ന് അറിയുന്നത്. എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുക, അതിനോടൊപ്പം അവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് വേണം നമ്മൾ പിന്നീട് പ്രവർത്തിക്കുവാനായിട്ടും ചിന്തിക്കുവാനുമായിട്ടുള്ളത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച്, ആ ആത്മാക്കളെക്കുറിച്ച് ആലോചിച്ച് ഒരിക്കലും നമ്മൾ വിഷമിക്കരുത്. അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ജീവിച്ചിരിക്കുമ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന ഒരാളിനെ കുറിച്ച് നമുക്ക് വിഷമിക്കാം. അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. അതിൽ നിന്ന് അവരെ സുഖം പ്രാപിച്ച് തിരിച്ച് നമ്മളോടൊപ്പമുള്ള സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ലക്ഷങ്ങൾ വരെ മുടക്കി രാപകലോ നമ്മൾ ഉറക്കമൊഴിഞ്ഞിട്ട് രോഗികളോടൊപ്പം ഇരുന്ന് അവരെ ചികിത്സിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ മരിച്ചു പോയാൽ ഒരിക്കലും ആ ആത്മാക്കൾ തിരിച്ചു വരില്ല. അവർക്ക് വേണ്ടിയിട്ട് 1 വർഷം നമുക്ക് ചെയ്തു കൊടുക്കുന്ന ചടങ്ങുകൾ അത് ചെയ്തു കൊടുക്കുക. അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടാൻ. അപ്പോൾ മോക്ഷപ്രാപ്തി കിട്ടാൻ നമ്മൾ ഈ ചടങ്ങുകൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം അത് കിട്ടാതിരിക്കുവാനായിട്ടുള്ള ഈ കരച്ചിലും നെഞ്ചിലിടിയും ബഹളവും നമ്മൾ നടത്തുന്നുണ്ട്. ആ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരിച്ചവർ പോയി കഴിഞ്ഞു. ഇനി അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവരുടേതായ സ്പേസിലേക്ക്, ആ ആത്മാക്കൾക്ക് പോയി വസിക്കുവാനുള്ള ആ ഒരു സ്പേസിലേക്ക് അവരെ കടത്തിവിടുവാനുള്ള കർമ്മങ്ങൾ ചെയ്യുക. അതിനോടൊപ്പം അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ദുഃഖിക്കാതിരിക്കുക. അവരെ തിരിച്ച് ആ ഭാഗത്തേക്ക് കടത്തി വിടുന്നതിന് ഏറ്റവും വലിയ തടസ്സമെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ആത്മാവ് ജീവിച്ചിരുന്നപ്പോൾ, അതൊരു ശരീരമുണ്ടായിരുന്നപ്പോൾ, ആ ശരീരമായിട്ട് രക്തബന്ധമുള്ളവർ അതിനെക്കുറിച്ച്, ആ ആത്മാവിനെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് അവർക്കൊരിക്കലും മോക്ഷപ്രാപ്തി പദത്തിലേക്ക് എത്തുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ അന്യ സംസ്ഥാനമായ തമിഴ്നാട് ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മരണം സംഭവിച്ചാലും
അപ്പോൾ തന്നെ അവർ അടക്കാൻ കൊണ്ടുപോകുന്നത്, സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നതിന് ഒരു കസേരയ്ക്കകത്ത് എടുത്തിരുത്തി കൂളിംഗ് ഗ്ലാസ് കണ്ണാടിയൊക്കെ വെച്ച് നല്ല വെള്ള ഷർട്ടും മുണ്ടും പാൻസും ഒക്കെ ഇട്ട് ഡപ്പാങ്കുത്തു പാട്ടും ഒക്കെ പാടി ഡാൻസ് കളിച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അതൊക്കെ വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും ബന്ധുക്കൾ അപ്പോഴേ കരയുമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും സന്തോഷത്തോടുകൂടി അവർ യാത്ര അയക്കുന്ന ഒരു ചടങ്ങാണത്. അത് അങ്ങനെ തന്നെ ചെയ്യണം. അവർ മണ്ടന്മാരായത് കൊണ്ടല്ല തമിഴന്മാരും മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നത്. നമ്മളാണ് ഈ നെഞ്ചിലിടിയും ബഹളമൊക്കെ കാണിക്കുന്നത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല, ഒരു ആശ്വാസം കൊടുക്കില്ല. ഇത് കൊടുക്കില്ല എന്ന് മാത്രമല്ല, പറ്റുന്നിടത്തോളം അവനിട്ട് ബർമ്മ വയ്ക്കും. മരിച്ചു കഴിയുമ്പോൾ വന്ന് നെഞ്ചിലിടിയും ബഹളവും കരച്ചിലും പറച്ചിലും ഒക്കെയാണ് ചെയ്യുന്നത്. അത് ഒരു വിഭാഗം ആൾക്കാർ. പക്ഷെ ആത്മാർത്ഥമായിട്ട് നോക്കിയിരുന്നവർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ളവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ വീണ്ടും ജനിക്കും. അപ്പോൾ അതിനൊരു അവസരം നമ്മൾ കൊടുക്കണം. മരിച്ചാൽ വീണ്ടും ജനിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മോക്ഷപ്രാപ്തി കിട്ടണം. മോക്ഷപ്രാപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച് ഒരിക്കലും ദുഃഖിക്കരുത്. ദുഃഖിക്കാനൊരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ ദുഃഖിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അവരെ നമ്മൾ വിട്ടേക്കുക. അവരെ ഓർമ്മിക്കാം. അവർക്ക് അവരെ ഓർമ്മകൾ വെച്ചുകൊണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിലോ മറ്റ് അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ ആരാധനയിലോ നമുക്ക് അന്നദാനം, ആൾക്കാർക്ക് ആഹാരം കൊടുക്കാം. അവരുടെ പേര് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണോ നമുക്ക് ചെയ്യാം. വർഷത്തിൽ ഒരിക്കൽ പോയി നമുക്ക് അവർക്ക് ബലിതർപ്പണങ്ങൾ ചെയ്തു കൊടുക്കാം. അതൊക്കെ ചെയ്യാം. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ പോലും ആ ആൾ നമ്മളോടൊപ്പമില്ല. അതൊരു ആത്മാവായി എവിടെയോ ഇപ്പോഴും ഉണ്ട്, സന്തോഷമായിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു പുനർജന്മം കിട്ടി, വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് പുനർജന്മം കിട്ടി എന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കേണ്ടത്, പുനർജന്മം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മം കൊണ്ട് എന്ത് ഫലം ആത്മാവിന്? പലരും ചോദിച്ചതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി, അതായത് നമ്മൾ ഈ ആത്മാവ്, അത് നമ്മളുകൂടെ ജീവിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, അവർ മരിച്ചുപോയി, അവരുടെ ആത്മാവിനാണ് നമ്മൾ ബലിതർപ്പണങ്ങൾ ചെയ്യുന്നത്. അവർ അഥവാ ജനിച്ചിട്ടുണ്ടെങ്കിലും, അത് പുഴുവായാലും പുൽക്കൊടിയായാലും മനുഷ്യനായാലും ഏത് അവസ്ഥയിൽ അവർ ജനിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന ബലിതർപ്പണങ്ങളുണ്ടല്ലോ, അത് ആ ജീവിച്ചിരിക്കുന്ന ആ ഒരു അവരുടെ മനുഷ്യനായാലും മറ്റൊരു ജീവിയായിട്ട് ജനിച്ചാൽ അവർക്കത് ഗുണകരമായിട്ട് വരും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ബലിയിട്ട് കൊടുക്കുന്നവർ വർഷങ്ങൾക്ക് ശേഷം അവർ പുനർജനിച്ചാൽ പോലും നമ്മൾ വീണ്ടും ബലിയിടുകയാണെങ്കിൽ ആ ബലിതർപ്പണം കൊണ്ട് അവർക്ക് വീണ്ടും ഭാഗ്യങ്ങൾ, ഗുണങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വിഷമിക്കാതെ, മരണം അത് നമുക്കൊരിക്കലും താങ്ങാൻ പറ്റാത്തൊരു ദുഃഖം തന്നെയാണ്. നെഞ്ചിനകത്ത് നമുക്കൊരു നെരിപ്പോട് എരിയും പോലെ തന്നെയാണ് ഒരുപാട് പേരുടെ അവസ്ഥ എനിക്കറിയാം. പക്ഷെ ഞാനിത് പറയുന്നത്, ആ അവസ്ഥ അത് ഒരു പീരീഡ് കഴിഞ്ഞാൽ, അതായത് ഒരു 16 ദിവസം കഴിഞ്ഞാൽ ക്രമേണ അതിൽ നിന്നും നമ്മൾ പിന്തിരിയണം. എന്തുകൊണ്ട്? ആ സത്യം നമ്മൾ മനസ്സിലാക്കി, അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടട്ടെ, അവരടുത്തൊരു ജന്മമെടുത്ത് അവർ എവിടെയെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ 16 കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ആലോചിച്ച് ഒരു തുള്ളി കണ്ണുനീര് പോലും ഒഴുക്കാതിരിക്കുന്നതാണ് ആ ആത്മാവിനോട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ധർമ്മം. അതിനപ്പുറം മറ്റൊന്നുമില്ല. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ വല്ല പ്രേതബാധ ദോഷങ്ങളോ സർപ്പദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ വന്ന് നേരിട്ട് വന്ന് പരിശോധിച്ചാൽ പൂർണ്ണമായും അത് നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ തന്നെ നേരിട്ട് അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും അത് ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ വരുന്നെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. ആ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.